അങ്ങനെ ആ 1100 ഉറുപ്പ്യ കൊണ്ട് ആ 9 ഏക്കർ ഭൂമി കുറേശ്ശെ ഞാൻ വാങ്ങി ഞാൻ വിറ്റു. ആ വകയില് ഒരു 5-6 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കിട്ടി. ഞാൻ ആരാ മോൻ? അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുത്തിരിക്കേ അന്നെ ഒരു നോക്ക് കണ്ടാ മതി എന്നും പറഞ്ഞ ലഹളയാ മൂപ്പര്. അതുകൊണ്ടാ ഇവന് ഫോൺ ചെയ്ത് അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സലാംബായനെ കണ്ട് കാലം കുറെ ആയില്ലോ. ഓരോരോ ബന്ധപ്പാടിൽ ഓടിപ്പാഞ്ഞ് നടുക്കല്ലേ മോനെ. എന്നാലും നേരാകുമ്പോ പഠിച്ചോ നമ്മളൊക്കെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കും. ഹലോ ഹൈ, ഇതെന്ത് പറ്റിയിടോ എന്റെ നെറ്റിക്ക്? തൊള്ളേലെ നാവ് ശരിയല്ലെങ്കിൽ നെറ്റിക്കല്ല തടിയുമ്മല് മുഴുവൻ ഉണ്ടാവും മുറിവ്. കോയമ്പത്തൂരിന്ന് വരുമ്പോ ബസ് തട്ടിന്ന് പറഞ്ഞു. ബസ് തട്ടാൻ ഇവൻ എന്താ ടാങ്കർ ലോറി? 1001 ടാങ്കർ ലോറി. കടയിൽ ആരുമില്ല, ഞങ്ങളുടെ ചെല്ല്. അല്ല, ഇപ്പൊ മക്കളും 1001 വിളിച്ച് തുടങ്ങിയില്ലേ? ഇത് കഴിക്ക്. അപ്പൊ അന്നെ വിളിപ്പിച്ചത് ഇവിടത്തെ കുട്ടിക്ക് നല്ല ഒന്നാം തരം ഒരു ആലോചന. ചാവക്കാട് നിന്ന് എന്റെ വകയിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് അധികം ആലോചിക്കാനും ചിന്തിക്കാനും കുത്തിക്കളയ്ക്കാനും ഒന്നും ഇല്ലല്ലോ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ ക്ലർക്ക്. കറണ്ട് ബില്ലെങ്കിലും മര്യാദക്ക് അടയ്ക്കുമല്ലോ. കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇനി ഒന്നും പറയാനില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കബൂലായി. ഇനി ഒരു ചടങ്ങിന് ഓർക്ക് പെണ്ണിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഓളെ കണ്ട ആർക്കാ ഇഷ്ടാണ്ടിരിക്കുക. അവിടെ ഇത്രയും സന്തോഷമുള്ള കാര്യം തീരുമാനം എടുക്കണായിരുന്നു. നിങ്ങൾ ഈ അടുക്കള എന്തെടുക്കാന്ന്? ഇപ്പൊ എന്തായി? ഞാൻ പറയല്ലേ, ഒക്കെ കാണാനും കേൾക്കാനും പഠിച്ചോണ്ടെന്ന്. നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാത്തത്? എന്തേമ്മ? ആര് പെണ്ണ് കാണാൻ വരുന്നു ഇനി വിചാരിച്ചിരിക്കണേ? സെലീനക്കല്ല കല്യാണം, നെജ്മക്ക. വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? പടച്ചമ്പരം പൊറുക്കൂലമ്മ. എന്റെ കുട്ടിന്റെ ചങ്ങാഴ്ചമാരൊക്കെ പുതുക്ക സാരി കൊടുത്ത് കളിച്ചിരിച്ച് പണ്ടം കിട്ടി പുതുക്ക പെണ്ണായിട്ട് പോകുമ്പോ എവിടെ ഒളിപ്പിച്ചു വെച്ച കണ്ണീരും വെച്ച് ചിരിച്ചു കാണിച്ചോളാ ഓള്. ഞമ്മള് കരഞ്ഞിട്ടില്ല, ആരും കാണണ്ടേ? ഇതങ്ങനല്ല. ഇപ്പൊ ഒരേന്ന് ഓളെക്കാളും 5-6 വയസ്സിനിടെ ഒരുത്തി, അത് സ്വന്തം എത്താ തന്നെ മോള്. പൊറുക്കൂല. വേറെ ആരൊക്കെ പൊറുത്താലും മറന്നാലും പള്ളിക്കാട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ഓളുടെ ഒപ്പം എന്റെ ഉപ്പ സഹിക്കൂല. നിങ്ങൾ ആരും പറഞ്ഞില്ല, ഞാൻ പറയും. എനിക്ക് പറയണം. കുഞ്ഞാക്ക ഒന്നും പറയരുത്. നാളെ ഊരെവിടെ വരികയും വേണം. നജ്മേനെ ഇഷ്ടായി കല്യാണം നടക്കുകയും വേണം. എന്റെ ഒരു പേരും പറഞ്ഞ് കുഞ്ഞാക്കാന്റെ ജീവിതം തന്നെ ഇങ്ങനെ. നീ നജ്മാന്റെ നല്ലൊരു ജീവിതം കൂടി. നോക്കിയേ, ഞാനൊരു അന്തവും കുന്തവും ഇല്ലാത്ത മനുഷ്യനാ. വാക്കും വടിയും എന്തിനുള്ളതാ, എവിടെയാ വെക്കേണ്ടതെന്ന് എനിക്ക് ചിലപ്പോ തിരിയാതെ പോകും. ഇക്കാര്യത്തിൽ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. നജീബിന്റെ വിസ വരാൻ പോണു. ഓൻ പോണേലും മുമ്പ് നജ്മാന്റെ കല്യാണം വേണ്ടെങ്കി വേണ്ട. നമ്മള് സ്വത്ത് വാങ്ങാൻ 1001 ടോക്കൺ അഡ്വാൻസ് കൊടുത്തുന്ന് വെച്ച് എല്ലാ കച്ചവടവും നടക്കണമെന്നില്ലല്ലോ. നജ്മാക്ക് വയസ്സ് 18 കഴിയാൻ പോണു. കെട്ടിച്ചയക്കാതെ പറ്റൂലല്ലോ. 7-8 കൊല്ലായില്ലേ സെലീനനെ കെട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കൂട്ടിക്കയിച്ച അതിനൊരു ഉത്തരം അനക്കം കിട്ടും. വെന്ത ചോറും പ്രായം തികഞ്ഞ പെൺകുട്ടികളും ഒരുപോലെയാ. ചോറ് പഴയതായ പഴഞ്ചോറെന്ന് പറയും. പിന്നെയും പഴകിയാലോ? സെലീനാന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ അത് അങ്ങനെയായി. മജീദ്ക്ക, ഉപ്പാന്റെ സ്ഥാനത്തെ എന്നും നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്റെ മാത്രം ഉപ്പായിട്ടല്ല, സെലീനാന്റെ കൂടെ ഉപ്പാവണം ഞങ്ങള്. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്ന് പറയരുത്. ഇതിൽ കേറിക്കോ. നിങ്ങളിപ്പോ എല്ലാം കൂടി കാക്കോത്തി പറിക്കുമ്പോ എന്താ? ഞങ്ങളിപ്പോ ഇതിലാ കയറണ്ട ചേട്ടാ. റോഡ് കിങ് കയറിക്കോ. ഇതേ റോഡ് ആദ്യം പോണത് അതാണോ? ഇത് തന്നെ. മൈത്രി പോയി 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് റോഡ് കിങ് പോകും. വണ്ടിക്കാരൻ വരുന്ന ആൾക്കാരെ മൈത്രി കയറ്റി ഒലത്തുന്നോ?
അവനവന് മാത്രം പോകുന്നവർക്ക് നേരെ പോക്കണം കൈ. എവിടെ പോക്കണം എവിടെ ഇറക്കണം നിന്നെ പഠിപ്പിക്കുക ഇയ്യാരാ മനോജ വണ്ടി ഇറങ്ങാ. വിളിച്ചു പറയണ സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പോകുന്ന റോഡ് കിങ് ആണെന്ന്. ഇനി ആർക്കും സംശയം വേണ്ട, സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന റോഡ് കിങ് ആണ്. കയറിക്കോ മോനെ, കയറിക്കോ. വണ്ടി എടുക്കടാ. വണ്ടി എടുക്കണ, മുന്നോട്ടെടുക്ക്. ഞാൻ കാണോ എന്റെ നെഞ്ചുമലയുടെ ഓടിച്ചു പോടാ എന്റെ റോഡ് കിങ്. വണ്ടി എടുക്കണം. എന്തേ കാലമരനിലെ ആക്സിലേറ്റർ മല് വാടാ, വണ്ടി എടുക്കണം. സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ്, ബസ് കണ്ടക്ടറാ. മാറി നിൽക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ടാ. 10-21 വയസ്സ് മുതൽ ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞാ മാറാൻ ലേശം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം എസ്.ഐ, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സാധനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചെലക്കുന്നു, ഇങ്ങോട്ട് മാറി. വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട ചക്കരെ. ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടി പറയാണ്. സർവ്വ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമ്പലും ഗുണ്ടായസം കാണിച്ച് നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മോലാളിയാണ് ഈ നിൽക്കുന്ന സാജൻ ജോർജ് സാർ. ട്രാഫിക്കിലെ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയുന്ന ആ സാധുക്കളുടെ ഇടയിൽ ഇമ്മാതിരി ഒരു ബസ് മുതലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായിസം ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കുന്ന പാവപ്പെട്ട വണ്ടിക്കാരുടെ മേത്ത് കുതിരകയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങള് വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളെ തടിക്കല്ലത്. ബാഗ് എടുത്തോളി. ചക്കരെ പോ. ഇറങ്ങി 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 ഇറങ്ങി. ആ, പിന്നോട്ടേക്ക് 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 പിന്നോട്ടേക്ക്. കേറ് 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 കേറ്. അല്ല, കേറങ്ങട്. വാസുട്ടെ കേറിയാ? ആ പോട്ടെ. കേറി ചേച്ചി. അപ്പൊ പറയ്. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. ശിവപുരം. ആ, ശിവപുരത്തേക്ക് ഇത്തിരി മൂർച്ചയുള്ള ഒരാക്കിരിക്കാൻ ഒരു സീറ്റ് ഒഴിഞ്ഞടിക്കാരെങ്കിലും. വേണ്ട, ഞാൻ നിന്നോളാം. ഓ, എളിമ എളിമ എളിമ. ഇളയമല്ല, നൂർജഹാൻ. എന്തിനാ 100 101 102 നാരായണ, ആ ആംബുലൻസ് ഒന്ന് ഒതുക്കിക്കോളി. വേണ്ട, എന്റെ വണ്ടിയോടുണ്ട്, യാത്രക്കാരോടും വേണ്ട. ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഞമ്മക്ക് തമ്മാമൽ തീർക്കാം. എന്നാ ഇവിടെ തന്നെ തീർക്കണം നായിന്റെ മോനെ.
പിടിച്ചു കേട്ടാ ഞാൻ ലഗേജാ കയറിക്കോളാം. വാസുട്ടേ, യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. വണ്ടി വിട്ടോളി.